അർജന്റീന കേപ്പ് വെർദെയുമായുള്ള മത്സരത്തിൽ അർജന്റീന വമ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത്. കാരണം വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് വന്നു കേപ്പ് വെർദെ അർജന്റീനയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് വന്നെങ്കിലും എന്നാൽ ആ ഒരു വലിയ വെല്ലുവിളികളെയൊക്കെയും മറികടന്നുകൊണ്ട് അവസാനം 3-2 വിജയമാണ് അർജന്റീന നേടിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഇപ്പോൾ അർജന്റീനയുടെ വലിയൊരു ടീമുണ്ട്. നമ്മൾ ലോ കോളേജ് ജംഗ്ഷനിലാണുള്ളത്. ഈ ലോ കോളേജ് ജംഗ്ഷനിൽ വലിയൊരു ടീം തന്നെയുണ്ട്. ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ഈ മത്സരം? ഈ ഒരു മത്സരത്തിൽ എന്തായാലും ഒരു വിജയം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. വിജയ ഗോൾ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ കേബോ വെർദെ ഒരിക്കലും വില കുറച്ച് കണ്ടിട്ടില്ല. ഞങ്ങൾ എല്ലാ ടീമിനെയും ബഹുമാനിക്കുന്ന ടീമാണ്. പക്ഷേ അർജന്റീന കളിക്കുമ്പോൾ 47 ടീം അപ്പുറത്തും അർജന്റീന ഇപ്പുറത്തുമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. 37 കൊല്ലം ഞങ്ങൾക്ക് കപ്പില്ല. ഞങ്ങൾ ഈ ടീമിനെ വിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കപ്പും ഇല്ലാതെ ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ പിന്തുടർന്ന് ഒരു കപ്പും ഇല്ലാതെ ഞങ്ങൾ ടീമിനോടെ നിന്നു. 22-ന് മെസ്സി വന്ന് കപ്പടിച്ചു. അതിനുശേഷം അർജന്റീന എവിടെ കളിക്കുന്നോ അതിനെതിരാണ് എല്ലാവരും. ഞങ്ങൾ ഒറ്റയ്ക്കും 47 ടീമും അപ്പുറത്തുള്ളത്. അതാണുള്ളത്. അതാണ് ഇന്ന് കേബോ വെർദെ മികച്ച ടീം, വൊസീഞ്ഞയുടെ മികച്ച സേവുകള്, അക്ഷരാർത്ഥത്തിൽ കേബോ വെർദെ മികച്ചു നിന്നു. പക്ഷേ ഒരു കാര്യം മറന്നുപോയി, ബൈബിളിന്റെ ജീവനാടിയായ മിശിഹേനെ തളക്കാൻ ഒരു മന്ത്രവാദത്തിലും പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കേപ്പ് വെർദെയുടെ മത്സരം, അവരുടെ ഒരു വരവ് തന്നെ ആദ്യമായാണ് അവർ ലോകകപ്പിലേക്ക് എത്തുന്നത്. എത്രത്തോളമാണ് അവരെ പരാജയപ്പെട്ടു എങ്കിൽ തന്നെയും ഇത്രയും നല്ലൊരു കളി കാഴ്ചവെക്കാൻ, അതായത് മുൻ ടീമുകളുമായിട്ടുള്ള കളികൾ വെച്ച് നോക്കുമ്പോൾ 2 ടീമുകളെ ഗോൾരഹിത സമനില തളയ്ക്കുന്നു. ഒപ്പം സൗദി അറേബ്യയെ സമനിലയെ കൊണ്ടിരുന്നു. ഇപ്പോൾ അർജന്റീനയുമായിട്ട് ഒരു മികച്ച കളി തന്നെ കാഴ്ചവെക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്പെയിനിനെ സമനിലയെ തളച്ച ടീമാണ് കേപ്പ് വെർദെ. ആ ടീമിനെ അർജന്റീന തോൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കോച്ച് സ്കലോണി പറഞ്ഞിട്ടുണ്ട് കേപ്പ് വെർദെ മികച്ച ടീമാണ്. ഞങ്ങൾ അവരെ ബഹുമാനത്തോടെ കാണുന്നു. ആ എല്ലാ ബഹുമാനത്തോടെയും തന്നെയാണ് അർജന്റീന കളിച്ചത്. കേപ്പ് വെർദെയുടെ മികച്ച പ്രകടനം. പക്ഷേ അർജന്റീനക്ക് ഈ ജയം അനിവാര്യമായിരുന്നു. സ്കലോണിയുടെ ഒരു 100ാമത് സെഞ്ചുറി മത്സരം കൂടിയായിരുന്നു. അതിനുള്ള ഒരു സമ്മാനം കൂടിയാണ്. സ്കലോണി സെഞ്ചുറി അടിച്ചിരിക്കുന്നു വിജയത്തിൽ. അതോടൊപ്പം തന്നെ മെസ്സി എന്താണെന്ന് വീണ്ടും ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അയാൾ കളിക്കുന്ന കാലം അത്രയും അയാളുടെ കളി കാണുക, ആസ്വദിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കുള്ളത്. അതുതന്നെയാണ്, വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു മത്സരത്തെ അവർ കാണുന്നത്. ഒപ്പം തന്നെയാണ് മത്സരം ഏറ്റവും നല്ല ആവേശകരമായ രീതിയിലേക്ക് മത്സരം നീങ്ങുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ എക്സ്ട്രാ ടൈമിലാണ് പ്രധാനമായും പ്രധാന ഗോളുകളൊക്കെയും പിറന്നത് അത് എക്സ്ട്രാ ടൈമിലാണ് എന്നതാണ്. ഓരോ രീതിയിലും ഓരോരുത്തരും വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു മത്സരത്തെ വിലയിരുത്തുന്നത്? നമ്മൾ വിചാരിച്ചേക്കാട്ടി കുറച്ച് കടുപ്പമായിരുന്നു മാച്ച്. പക്ഷേ എന്നാലും അർജന്റീനയും മെസ്സിയും നന്നായിട്ട് കളിച്ചു. കുറച്ച് സാഹചര്യത്തിൽ നമ്മൾ പിന്നിലോട്ടായി. പക്ഷേ എന്നാലും ടീമിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജയിച്ചു. ഇത് തന്നെയാണ് വളരെ ആവേശത്തോടു കൂടി ആരംഭിച്ച ഒരു കളി, വളരെ സാവധാനം ആരംഭിച്ച് അത് കത്തിക്കയറുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലോ കോളേജ് പ്രദേശത്ത് ഇവിടെ സ്ഥിരമായി തന്നെ അർജന്റീനിയൻ ഫാൻസാണ് കൂടുതലുള്ളത്. അവർ ഇവിടെ സ്ഥിരമായി തന്നെ സ്ക്രീൻ വെച്ചുകൊണ്ട് മത്സരം കാണുന്ന ഒരു കാഴ്ചയാണ്. അത് ഏത് സമയത്താണെങ്കിലും അതിന് സമയ വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മളിവിടെ രാവിലെ 3 മണിയോടുകൂടി നമ്മളിവിടെ എത്തുന്ന സമയത്ത് തന്നെ ഏകദേശം 250ഓളം ആളുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് അത്രയും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ കുഞ്ഞ് കളിക്കാരൊക്കെ നമ്മുടെ പോകുന്നുണ്ട്. എങ്ങനെയാണ് കളിയെ കാണുന്നത്? നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കളി? സീനായിരുന്നു, പൊളിയായിരുന്നു. മെസ്സി ഫസ്റ്റ് ഗോൾ സീനായിട്ട് അടിച്ചിരുന്നു. മെസ്സിയുടെ ആരാധകനാണ് നിങ്ങൾ എല്ലാവരും അല്ലേ? രാവിലെ തൊട്ട് ഇവിടെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഈ എല്ലാ കളിയും കാണാൻ വരാറുണ്ടോ? വരാറുണ്ട്. ഇങ്ങനെ പ്രായ വ്യത്യാസമില്ലാതെയാണ് ഇവിടെ ഈ കളി ആസ്വദിക്കാനായി ആളുകൾ എത്തുന്നത് എന്നാണ്. കളി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. റോളർ കോസ്റ്റർ ഇമോഷൻ ആയിരുന്നു. ചിരിക്കും കരയോ അങ്ങനെയായിരുന്നു. നന്നായിട്ട് ജയിച്ചു. താങ്ക് യു. ഇത് തന്നെയാണ് ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ് ഓരോരുത്തർക്കും ഓരോ സമയത്തും. കാരണം അത്ര കണ്ട് കളിയുടെ സമ്മർദ്ദം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇടയ്ക്കുണ്ടായി. അതിനുശേഷം തിരിച്ച് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയപ്പോൾ ആവേശവും അതുപോലെ തന്നെ സമ്മർദ്ദവും ആകുന്നു. പിന്നീട് അത് ജയത്തിലേക്ക് മാറുമ്പോഴുള്ള ഒരു ആവേശം അത് ഈ ആസ്വാദകർക്കൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ആരാധകർക്കൊപ്പം തന്നെ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ ആവേശം കൂടി ലഭിക്കുന്നത്. എന്തുതന്നെയായാലും അർജന്റീന അത് പിടിച്ചു കെട്ടാൻ കഴിയാത്ത കുതിരയെ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകകപ്പിൽ. നമുക്കറിയാം ഇതിനു മുമ്പുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിച്ചുകൊണ്ട് തന്നെ അർജന്റീന ഈ നോക്കൗട്ട് റൗണ്ടിലും വിജയിച്ചിരിക്കുന്നു. മുമ്പ് 7 വർഷങ്ങളാണ് അർജന്റീന ഇതുവരെയും ഒരു നോക്കൗട്ട് റൗണ്ടിൽ തോൽവി എന്തെന്നറിയാതെ മുന്നോട്ട് പോകുന്നത്. അത് ഇത്തവണയും ഉണ്ടായിരിക്കുന്നു.
ഇനി ബാക്കി മത്സരങ്ങളിലേക്ക് പോവുകയാണ്. മറ്റു മത്സരങ്ങളിലും വിജയിച്ച് അർജന്റീന കപ്പ് നേടും എന്ന വീണ്ടും കപ്പടിക്കും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആരാധകർ എല്ലാവരും.